ഇറാൻ അസിമുനീറിനോട് ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. പ്രധാനമായിട്ടും രണ്ട് നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അതിൽ രണ്ട് ഉപാധികൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഈ ഹോർമുസിന്റെ വിഷയം തന്നെയാണ്. അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഉപരോധം അത് പൂർണ്ണമായി അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നതാണ് ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തെ ഉപാധി എന്ന് പറയുന്നത് ഈ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തുന്ന സംഘത്തിന് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഉപാധി. കഴിഞ്ഞ തവണ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ നടന്നപ്പോൾ JD വാൻസ് ഉൾപ്പെടെയുള്ള സംഘത്തിന് സ്വയം ഡിസിഷൻ എടുക്കാൻ കഴിയില്ലായിരുന്നു. ട്രംപിന്റെ ഒരു മേൽനോട്ടം ഇതിൽ കൃത്യമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ US സന്ദേശങ്ങൾ അയച്ച് അവിടെ നിന്ന് ഉണ്ടാകുന്ന തുടർ ചർച്ചകളുടെ ഫലമായിട്ടായിരുന്നു ഇവിടെ തീരുമാനമുണ്ടായിരുന്നത്. ഇത് ചർച്ചകൾക്ക് വലിയ കാലതാമസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും അനിശ്ചിതത്വത്തിലേക്ക് വിടാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് US അയക്കുന്ന സംഘത്തിന് സ്വയം തീരുമാനിക്കാനുള്ള അധികാരം നൽകണം എന്ന ഒരു ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപ് അതേസമയം ഇപ്പോൾ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചത്. അതായത് ഇപ്പോൾ ഇറാൻ ആണവ പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പല ഉപാധികളും അവർ അംഗീകരിക്കുകയാണ് എന്നതടക്കമാണ് ട്രംപ് പറയുന്നത്. തീർച്ചയായും വിശദാംശങ്ങളിലേക്ക് കടക്കണം.